വർഷം 2005. സാന്റിയാഗോ ബെർണബ്യൂവിൽ റയലും ബാഴ്സലോണയും തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടം. ചിരവൈരികളായ കാറ്റലോണിയക്കാരെ നാണം കെടുത്തി വിടുന്നത് കാണാനെത്തിയ റയൽ ആരാധകർ അന്ന് ആ ബാഴ്സലോണ താരത്തിനു വേണ്ടി എണീറ്റ് നിന്ന് കൈയടിച്ചു. ശൂന്യതയിൽ നിന്നും റൊണാൾഡീഞ്ഞോ നേടിയ ആ 2 അത്ഭുത സോളോ ഗോളുകൾക്ക് അതല്ലാതെ അയാൾ മറ്റൊന്നും അർഹിക്കുന്നുണ്ടായിരുന്നില്ല. റൊണാൾഡോയും സിദാനും ബെക്കാമും ഫിഗോയും റൗളും അടങ്ങുന്നതായിരുന്നു അന്ന് റയലിന്റെ ലൈനപ്പ്. 1984 മറഡോണയ്ക്ക് ശേഷം ബെർണബ്യൂ സ്റ്റാൻഡിംഗ് ഒവേഷനോടെ യാത്രയാക്കിയ തങ്ങളുടേതല്ലാത്ത ഒരേ ഒരു താരം, ബ്രസീലിന്റെയും ബാഴ്സലോണക്കാരുടെയും ഫുട്ബോളിന്റെയും സ്വന്തം ഡീഞ്ഞോ. ഹാപ്പി ബർത്ത്ഡേ റൊണാൾഡീഞ്ഞോ ഗൗച്ചോ. ഗോൾ അടിക്കുന്നത് തടയുന്നതിലേറെ പ്രയാസമാണ്. കാലിലും തുടയിലും കക്ഷത്തിലും വരെ അയാൾ ഒട്ടിച്ചു വെച്ച പന്ത് പിടിച്ചെടുക്കാൻ. ഡിഫൻഡർക്ക് ഇമ വെട്ടാൻ മാത്രം സമയം നൽകിയുള്ള ഇരുവശത്തേക്കുമുള്ള ഫ്ലൈറ്റുകൾ, 4-5 താരങ്ങൾക്കിടയിലൂടെയുള്ള അൺസ്റ്റോപ്പബിൾ ജഗ്ലിങ്ങുകൾ, നോലുക്ക് പാസുകൾ, ലൂപ്പുകൾ, നെറ്റ്മഗുകൾ, ഫ്രീ കിക്കുകൾ, എല്ലാത്തിനും ഇതേ മനോഹരമായ ഒരു ചിരി. അയാളെപ്പോലെ സർഗാത്മക കാണിക്കാനുള്ള കലായിടമായി മൈതാനത്തെ കണ്ട മറ്റൊരാളുണ്ടാവില്ല. അയാൾ നേടിയ 3 ലീഗ് ടൈറ്റിലുകൾ, ചാമ്പ്യൻസ് ലീഗ് കിരീടം, ബ്രസീലിന് വേണ്ടി നേടിയ ലോകകപ്പ്, കോപ്പ കിരീടം, ബാലൻഡിയോർ, 2 ഫിഫ പ്ലെയർ ഓഫ് ദ ഇയർ തുടങ്ങി സ്റ്റാറ്റസുകളേക്കാൾ അയാളുടെ കളി ഓർമ്മിക്കപ്പെടുന്നത് അയാൾ പന്തുകൊണ്ട് തന്നെയും കാണികളെയും ഒരുപോലെ ആസ്വദിപ്പിച്ചു എന്നതിലാണ്. ഓരോ തവണ പന്ത് അയാളുടെ ശരീരത്തിൽ തൊടുമ്പോഴും സ്പെഷ്യലായതെന്തോ സംഭവിക്കുന്നുവെന്ന് പറഞ്ഞത് ബാഴ്സലോണയുടെ മുൻ പരിശീലകനായിരുന്ന ഫ്രാങ്ക് റൈക്കാർഡാണ്. ബാഴ്സലോണയിൽ തന്റെ കിരീട നേട്ടത്തിന് നിലമൊരുക്കിയത് ഡീഞ്ഞോയാണെന്ന് മെസ്സി പറയുമ്പോൾ, ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് നാനിയും ബെക്കാമും മറഡോണയും ആവർത്തിക്കുമ്പോൾ തീർത്തും അയാൾ ഒരു സ്പെഷ്യലായിരുന്നു. ഏതൊരു ബ്രസീലിയരെ പോലെ തന്നെ ജനനത്തോടൊപ്പം തനിക്ക് കിട്ടിയ കളിപ്പാട്ടമായിരുന്നു ഡീഞ്ഞോയ്ക്ക് ഫുട്ബോൾ. ബ്രസീലിലെ ഗ്രാമിയോ ക്ലബ് അക്കാദമിയിൽ കളിച്ചിരുന്ന റോബർട്ടോ എന്ന മൂത്ത സഹോദരനെ തെരുവിൽ അനുകരിച്ചായിരുന്നു തുടക്കം. റൊണാൾഡോ ഡി അസീസോ മൊറൈറ എന്നായിരുന്നു അയാളുടെ യഥാർത്ഥ നാമം. ബ്രസീലിലെ പോർട്ടോ അലഗ്രായിലാണ് ജനനം. രാജ്യത്തെ പ്രധാന ലീഗുകളിൽ പ്രായമായവർക്കൊപ്പം പന്ത് തട്ടി മികവ് കാണിച്ച കുഞ്ഞു റൊണാൾഡോയെ ആളുകൾ ചെറിയ എന്നർത്ഥം വരുന്ന ബ്രസീൽ വാക്കായ ഈഞ്ഞോ കൂട്ടി വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് അയാൾ റൊണാൾഡീഞ്ഞോയാകുന്നത്. ചെറുപ്രായത്തിൽ തന്നെ സഹോദരനോടൊപ്പം ഗ്രാമിയോ ക്ലബിലെത്തി. ഒരു ലോക്കൽ മത്സരത്തിൽ 23 ഗോളുകൾ ഒറ്റയ്ക്ക് നേടി. അണ്ടർ 17 ലോകകപ്പിൽ ബ്രസീലിന് വേണ്ടി നടത്തിയ മികച്ച പ്രകടനം വമ്പന്മാരുടെ കണ്ണിലെത്തിച്ചു. അവിടെ നിന്നും സ്പെയിനിലെ കാറ്റലോണിയയുടെ തട്ടകത്തിലേക്ക്. അവിടെയാണ് യുഗപ്പിറവി ഉണ്ടാകുന്നത്. റൊണാൾഡീഞ്ഞോ ബാഴ്സലോണയിൽ എത്തുമ്പോൾ ടീം ചരിത്രത്തിലെ ഏറ്റവും വലിയ മോശം അവസ്ഥയിലായിരുന്നു. കിരീടമില്ലാത്ത 5 വർഷങ്ങൾ, 2002-3 സീസണുകളിൽ 6ാം സ്ഥാനത്ത്. ആ സമയത്ത് ബാഴ്സലോണയുടെ ആസ്ഥാനത്ത് ടീം മാനേജ്മെന്റിനെതിരെ ആരാധകരുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. പുതിയ പ്രസിഡന്റായി ലപ്പയുടെ സ്ഥാനമേറ്റു. തിയറി ഹെൻറിയെയോ ബെക്കാമിനെയോ റൊണാൾഡീഞ്ഞോയോ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരാമെന്ന് ലപ്പേഡ ആരാധകർക്ക് ഉറപ്പ് നൽകി. റൊണാൾഡീഞ്ഞോയെ ബാഴ്സ ടീമിലെത്തിച്ചു. അവിടെ നിന്നും അയാൾ 2 ലീഗ് കപ്പും ചാമ്പ്യൻസ് ലീഗും 2 സൂപ്പർ കപ്പും ടീമിന് നേടിക്കൊടുത്തു. ബാഴ്സയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. 2005 ബ്രസീലിന് കോൺഫെഡറേഷൻ കപ്പ് നേടിക്കൊടുത്ത താരം തൊട്ടടുത്ത വർഷത്തെ ലോകകപ്പിൽ പക്ഷേ നിരാശ സമ്മാനിച്ചു. തൊട്ടടുത്ത വർഷം ശക്തമായി തിരിച്ചു വന്ന താരം 14 വർഷങ്ങൾക്ക് ശേഷം ബാഴ്സലോണയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തു. തന്റെ 25 വയസ്സിനുള്ളിലായിരുന്നു ഈ നേട്ടങ്ങളൊക്കെ. 25 വയസ്സോടെ ഡീഞ്ഞോയുടെ ഫോം പരിക്കിൽ തട്ടി നഷ്ടമായിക്കൊണ്ടിരുന്നു. പിന്നീട് AC മിലാനിലേക്കും ഫ്ലെമിംഗോയിലേക്കും അത്ലറ്റിക്കോ മിനോറോയിലേക്കും കൂടുമാറിയെങ്കിലും മികവ് തെളിയിക്കാനാകാതെ 2018 റൊണാൾഡീഞ്ഞോ ബൂട്ടഴിച്ച് ഫുട്ബോളിൽ നിന്ന് തിരിച്ചു നടന്നു. 10 വർഷത്തിന് താഴെ മാത്രമായിരുന്നു അയാളുടെ അസാമാന്യ കരിയറിന്റെ നീളം. എന്നാൽ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾ നേടേണ്ടതെല്ലാം നേടി. വിസ്മയിപ്പിച്ചു, ചിരിപ്പിച്ചു. പിന്നീട് ഒരു ഭൂതകാല കുളിർ പോലെയൊന്ന് ഓർക്കാനും കാണാനും ബാക്കി വെച്ച് മറ്റു ബ്രസീലിയരെ പോലെ ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞു. ലോകകപ്പ്, കോപ്പ അമേരിക്ക, കോൺഫെഡറേഷൻ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ലിബർട്ടഡോറസ്, ബാലൻഡിയോർ, ഫിഫ പ്ലെയർ ഓഫ് ദ ഇയർ, യുവേഫ പ്ലെയർ ഓഫ് ദ ഇയർ തുടങ്ങിയവയെല്ലാം നേടിയ ചരിത്രത്തിലെ ഒരേ ഒരു താരം.
ഫുട്ബോളിന്റെ നർത്തകനും സൗന്ദര്യ ഫുട്ബോളിന്റെ ഉസ്താദുമായ ഡീഞ്ഞോയ്ക്ക് 44-ാം പിറന്നാൾ ആശംസകൾ.